ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെൻഡേഴ്സ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. 7, 8, 9 ദിവസങ്ങളിൽ മെൻഡേഴ്സ് ആപ്പിൻ്റെ വക ഒരു 3-day വർക്ക്ഷോപ്പ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ വർക്ക്ഷോപ്പിൽ LLB എൻട്രൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പ്ലസ് ഒരു മോക്ക് ടെസ്റ്റും ഇതിനെ തന്നെ നമ്മുടെ ഫുൾ സിലബസിനെ അടിസ്ഥാനമാക്കി തന്നെ ഒരു മോക്ക് ടെസ്റ്റും ഉണ്ട്. ഇത് രണ്ടും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസാന നിമിഷ പ്രിപ്പറേഷന് ഇത് വളരെ ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും. സോ ഇത് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ആപ്പിനുള്ളിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ലൈവ് മോക്ക് ടെസ്റ്റിൽ ഞെക്കി കഴിഞ്ഞാൽ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഫുൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത് ലൈവ് ക്ലാസ് പ്ലസ് അതിൻ്റെ റെക്കോർഡ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഇരുന്ന് രാത്രിയോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ മുന്നോട്ട് കാണിക്കാൻ പോകുന്ന ഇൻ്റർഫേസ് ഒറിജിനൽ നിങ്ങൾ ക്ലീ എഴുതാൻ പോകുന്ന സെയിം ഇൻ്റർഫേസ് ആണ്. അല്ലെങ്കിൽ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻസ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ആ കാണിച്ചിരിക്കുന്ന പിക്ചറുകൾ കാര്യങ്ങൾ എല്ലാം അവരുടെ ഒറിജിനലായിട്ടുള്ള നിങ്ങൾ എഴുതാൻ പോകുന്ന അതേ ഇൻ്റർഫേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ പുതിയൊരു സ്ഥലത്ത് പോയിരിക്കുന്ന ഫീൽ ഉണ്ടാവില്ല. ചിലർ മറ്റ് എക്സാമിന് ഇത് കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടൊരു ഓൺലൈൻ എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ ഡു വാച്ച്. പറ്റിയാൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിനും ജോയിൻ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൻഡേഴ്സ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇൻ്റർഫേസിനെ പറ്റിയുള്ളൊരു പെട്ടെന്നുള്ളൊരു പരിചയപ്പെടുത്തലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ അല്ല. ഇത് ആക്ച്വലി നിങ്ങൾ എക്സാം എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അവരുടെ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് അടിച്ച് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പേജാണ് ഇത്. പെട്ടെന്ന് തന്നെ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന് വിടുകയാണ്. അപ്പം ആദ്യത്തെ സംഭവം നോക്കണ്ട, ഇത് മറ്റൊരു എക്സാമിന്റെ തുടക്കമാണ്. ഈ സെയിം ഇന്റർഫേസ്, ഈ സംഭവങ്ങളെല്ലാം സെയിം ആണ് നിങ്ങൾ ഈ എക്സാമിന് ഉപയോഗിക്കുന്നത്. അപ്പം 5 തരത്തിലാണ് നിങ്ങൾ ഇതിൽ ആൻസർ ചെയ്യുക. ഒന്ന്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എങ്കിൽ അത് 1 ചുറ്റും അല്ലെങ്കിൽ 2 ഏതാണ് നമ്പർ എന്ന് വെച്ചാൽ അതിന് ചുറ്റും വെള്ളയായിരിക്കും. അത് 200ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. എത്തിയിട്ടില്ലെങ്കിൽ ആ 200ാമത്തെ ക്വസ്റ്റ്യൻ വെള്ളമായിട്ടായിരിക്കും കിടക്കുന്നത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു, പക്ഷെ ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, പക്ഷേ ഈ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി, അതിൽ ഒരു ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3, അതായത് 100% നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള ആൻസർ ആണെങ്കിൽ 3ന് ചുറ്റും റെഡ് വന്നാണ്ടോ, ഇതെല്ലാം റെഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആൻസർ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% ആൻസർ അറിയാം, അത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പച്ച വരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം 7ാമത്തെ ക്വസ്റ്റ്യൻ സാഹചര്യം കാണിച്ചിരിക്കുന്നത് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം മാത്തമാറ്റിക്സിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് എഴുതി നോക്കാൻ അവസാനം ഒരു സമയം കിട്ടി, കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു ആൻസർ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ പിന്നീട് വന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ അതിനെന്ത് ചെയ്യും, അതിനെ മാർക്ക് ആൻഡ് റിവ്യൂ എന്നുള്ള സംഭവം ഉണ്ട്, അതാണ് അവിടെ ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വയലറ്റ് കളറിലാകും. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, അതിന് ഉത്തരം നിങ്ങൾക്ക് 70% അറിയാം. ഓക്കെ, അപ്പം അതായത് നിങ്ങൾക്ക് ഒന്നും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്, പക്ഷെ 70% ഇത് തന്നെയാണെന്നാണ് ഉറപ്പ്. അപ്പം നിങ്ങൾ അതിനെ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഈ വയലറ്റ് പ്ലസ് ടിക്ക് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അതിന് ആൻസർ ചെയ്തു, ഓക്കെ, അത് നിങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നീട് ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അവസാനം ഒരു 160-170 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എക്സാമിന്റെ സമയം തീർന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് ഇതിനെ പച്ചയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ മാർക്കാസ് റിവ്യൂവിന് ഇങ്ങനെ റൗണ്ടിന് മുകളിൽ ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഓപ്ഷനാണ്. അതായത് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടാണ് മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തേക്കുന്നതെങ്കിൽ അവസാനം നിങ്ങൾ എക്സാമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് വീണ്ടും അത് സേവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ സബ്മിറ്റ് ആയിക്കോളും. ഓക്കെ, അതായത് തിരിച്ചു വന്ന ആൻസർ കണ്ടെത്തേണ്ടതാണെങ്കിൽ നിങ്ങൾ വയലറ്റ്, അതായത് ജസ്റ്റ് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് ആൻസർ അറിയാം, ഇപ്പൊ തൽക്കാലം ഇതാണെന്നൊരു 70% ഉറപ്പുണ്ട്, പിന്നീട് ആലോചിച്ച ചേഞ്ചസ് എല്ലാം എത്തണം, എന്നാലും കുഴപ്പമില്ല, റിസ്ക് എടുക്കാം, ഇതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ ഈ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനൊപ്പം എന്ത് ചെയ്യണം, മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കണം. ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഇമേജ് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് അവിടെ എഴുതിയേക്കുന്ന വായിക്കാനുള്ളൊരു, നിങ്ങൾക്ക് അപ്പം സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വായിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ചെയ്തു തന്നെ നോക്കാം. അതിനിടയിൽ പിന്നെ ആൻസറിങ് എ ക്വസ്റ്റ്യൻ, ഈ ഒരു ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ മുകളിലുള്ള ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ആൻസറിങ് എ ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം. അതായത് ആ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം.
അതിനുശേഷം ക്ലിക്ക് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്ലിയർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ കാണും ഇത് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ അപ്പം വേറൊരു ആൻസർ, അപ്പം ആ ക്ലിക്ക് ചെയ്ത ആൻസർ അല്ല വേറൊരു ആൻസർ ആണെങ്കിൽ നിങ്ങൾ വേറൊരു ആൻസർ പോയി ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ ആൻസർ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം, എന്നാലേ അത് പച്ച കത്തത്തുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പക്ഷേ ഇപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യന് ഉത്തരം 70% ഇത് ഉറപ്പാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, അത് എക്സാം ഏറ്റവും നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അത് തന്നെ അങ്ങ് സബ്മിറ്റ് ആയിക്കോളും. ചിലർക്ക് 70% റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഓക്കെ, അതാണ് അത് റിസ്ക് എടുക്കുന്നവരുടെ ഇഷ്ടമാണ്. ചിലർ 70% ഉറപ്പാണ്, പിന്നീട് വരാൻ സമയം കിട്ടിയില്ലെങ്കിലോ അങ്ങനെ ഇതൊക്കെ സബ്മിറ്റ് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുന്നു. ചിലരാണെങ്കിൽ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, പക്ഷെ വന്നിട്ട് പിന്നീട് ആലോചിച്ച് കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. എന്നിട്ട് ആണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഓക്കെ, ഇനിയിപ്പോ കറക്റ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് വരാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മളുണ്ടോ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വെള്ളയാണ്, കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടേ ഇല്ല. നമ്മളിപ്പോ റെഡ് ആയിട്ടാണ് കിടക്കുന്നത്, കാരണം എന്താ, നമ്മൾ ഇതിനൊന്നും ആൻസർ ചെയ്യാണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഒന്നിനും ആൻസർ ഉണ്ട്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 2ലേക്ക് പോകും. ഇവിടെ 1 റെഡ് ആയിരിക്കും. മനസ്സിലായി? അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇതിന് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഉത്തരമേ അറിയില്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് സ്കിപ്പ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ എന്ന് നിങ്ങൾക്ക് ഒരു 70% ഉറപ്പാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യും. അതിൽ നിങ്ങൾ ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കും. അതിനർത്ഥം വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു റൗണ്ടും വയലറ്റ് റൗണ്ടും അതിന്റെ മുകളിൽ ടിക്കും വരും. അതിനർത്ഥം എനിക്ക് ഇതിന്റെ 70% ഉറപ്പാണ്, പിന്നെ അവസാന സമയം കിട്ടില്ലെങ്കിൽ തിരിച്ചു വന്ന് നോക്കാണെന്ന് വയ്യ, ആ ആൻസർ അങ്ങ് സബ്മിറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല എന്നുള്ള റിസ്ക് ആണത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാച്ച കുറച്ചും കൂടെ ഒന്നും കൂടെ പരിശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ഒരു ഓപ്ഷനും ചൂസ് ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വയലറ്റിലായിരിക്കും അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടിച്ചു നോക്കാം. ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യനിൽ ഞാനൊരു ആൻസർ ബി എന്ന് കണ്ടെത്തി, പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് തന്നെ 70% ആണ് ഉറപ്പുള്ളത്. അപ്പൊ പിന്നീട് സമയം കളയാൻ വയ്യാത്തതുകൊണ്ട് പിന്നീട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ വരാം, ഇല്ലെങ്കിൽ അത് തന്നെ സബ്മിറ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഞാൻ ബി ആൻസർ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 2ലേക്ക് വന്നു. അപ്പൊ എന്താ റൗണ്ട് പ്ലസ് ടിക്ക്. ഇനിയിപ്പോ ഞാൻ അവസാനം വന്നിട്ട് ഇത് വീണ്ടും ചെക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കൊടുത്ത ബി ആയിരിക്കും ഞാൻ സബ്മിറ്റ് ചെയ്ത ആൻസർ. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. അന്നൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെന്ന് വെച്ചാല് നമ്മളിപ്പോ എന്താ, നമുക്ക് ആൻസർ എല്ലാം ഉറപ്പുണ്ട്, നമ്മൾ ഉറപ്പുള്ള ആൻസറിനെല്ലാം നമ്മളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യും ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പച്ചയാവും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പച്ചയായിട്ട് മാർക്ക് ചെയ്തു. ഇപ്പൊ OMR ഷീറ്റിലുള്ള പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റായികയൊന്നുമില്ല. ഇപ്പൊ ഈ പച്ച കൊടുത്ത സാധനത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഇതിന് ഞാൻ പച്ചയായിരുന്നു കൊടുത്തിരുന്നത് 15th ക്വസ്റ്റ്യൻ. ആ പച്ച കൊടുത്ത സാധനം എനിക്ക് വേണമെങ്കിൽ ക്ലിയർ റെസ്പോൺസ് കൊടുക്കാം. അപ്പൊ ആ പച്ച അവിടെ നിന്ന് പോയിട്ട് അത് റെഡ് ആകും. ഒരു ആൻസർ നമ്മൾ കൊടുത്തിട്ടില്ല, അതായത് ക്ലിയർ റെസ്പോൺസ് കൊടുത്താൽ മതി. ക്ലിയർ റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഒരു ആൻസറും ഇല്ലാത്ത രീതിയിലാവും. പിന്നെ നമുക്ക് പുതിയൊരു ആൻസർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആൻസറും ചൂസ് ചെയ്യാണ്ട് സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമുക്ക് വീണ്ടും നമ്മൾ കൊടുത്ത ആൻസേഴ്സ് മാറ്റാൻ വേണ്ടി നമ്മൾ പച്ച ആക്കിയ സാധനം പോലും തിരിച്ചു വന്നിട്ട് ക്ലിയർ റെസ്പോൺസ് കൊടുത്ത് ആ ഓപ്ഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്തതിൽ ഒന്നിലും പോലും ഞാൻ മറ്റേ മാർക്ക് ഫോർ റിവ്യൂ മാത്രമായിട്ട് കൊടുത്തിട്ടില്ല, അതായത് ഓപ്ഷൻ ചൂസ് ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വയലറ്റ് റെഡ് ഒന്നും വയലറ്റ് റൗണ്ട് ഇല്ലാത്തത്. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐ മീൻ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സമയം അവസാനം വേണം, അല്ലാണ്ട് ഒരെണ്ണം ചൂസ് ചെയ്യാൻ 70% ഉറപ്പുള്ളൊന്നും ഇല്ല. നിങ്ങൾക്ക് അവസാനം വന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തങ്ങ് വിടുക. ഓക്കെ, ഒന്നും ചൂസ് ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്താലും പ്രശ്നമില്ല. അപ്പം വയലറ്റ് കളർ റൗണ്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് തിരിച്ചു വന്നാൽ മതി. പിന്നെ അടുത്തായിട്ട് നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ മുകളിൽ ലോജിക്കൽ റീസണിങ്, അതേപോലെ നിങ്ങൾക്കുണ്ടാവുന്ന ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, GK, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നീ ഓപ്ഷൻസ് ആയിരിക്കും. അപ്പം ആദ്യം ഇംഗ്ലീഷാണ് കിടക്കുന്നത്. ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്റെ കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിൽ എനിക്ക് ആദ്യം ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എഴുതണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയി ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നേരെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേപോലെ സൈഡിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന്റെ നമ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അത് മാത്രമായിട്ട് അറ്റൻഡ് ചെയ്യാം.
അതെല്ലാം അറ്റൻഡ് ചെയ്ത് തീരുമാനിച്ചപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ആയി. ഇനി എനിക്ക് ജി കെ അറ്റൻഡ് ചെയ്യണം. നേരെ പോയി ജി കെ ഞെക്കിയിട്ട് ജി കെയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഓർഡറിൽ തന്നെ പോകണമെന്നില്ല. ഈ 1, 2, 3, 4 എന്നല്ലാണ്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ പവറുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള സ്ഥലങ്ങൾ മാത്രമായിട്ട് മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീച്ചർ, മുകളിലുള്ള ആ ഒരു ഫീച്ചർ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തോന്നും. അയ്യോ, ഇത് ആദ്യമേ അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഈ ഓപ്ഷനും അറിഞ്ഞിരിക്കണം. അതല്ല, ആൻസർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അറിയാം. വെറുതെ ഒരു ആൻസറും ചെയ്യാണ്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് വരും എന്നുള്ളത് അറിയണം. നമ്മുടെ ആൻസർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഉറപ്പാണെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ പച്ച വരും എന്നറിയണം. ഒരു ക്വസ്റ്റിന് 70% ഉറപ്പുണ്ട്. എക്സാം തീരുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ ഇതങ്ങോട്ട് ആ കയറിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾക്ക് നിലവിൽ അറിയില്ല, പക്ഷെ വന്നൊന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്നും ഒരു മാർക്കും ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ഫോർ റിവ്യൂ ചെയ്യണം. എന്നിട്ട് അവസാനം വന്നിട്ട് അത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടമുള്ള പോർഷൻസിലോട്ട് സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു, എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് പഠിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത്ര സ്പീഡിൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യിക്കാണ്ട് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്. സ്പീഡിനെടുത്തത് നിങ്ങൾ പെട്ടെന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. താങ്ക് യു.